സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം ഓവർലോഡ് ആകുമ്പോൾ ട്രിപ്പ് ആവുന്നതാണെന്ന് മന്ത്രി. ലോഡ് ഷെഡിംഗ് ഇല്ല, അത് ഓവർലോഡ് ആകുമ്പോൾ ട്രിപ്പ് ആയതാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് ട്രിപ്പ് ആയതാണ്. ലോഡ് ഷെഡിംഗ് എവിടെയും വെച്ചിട്ടില്ല. ഒരു ട്രാൻസ്ഫോറിന്റെ കയ്യിൽ ഓവർലോഡ് വരുമ്പോൾ അത് തനിയെ ട്രിപ്പ് ആവും. അത് 2 വീട് ഓഫ് ചെയ്താൽ അത് തനിയെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പ് ആകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് ചെറിയ സമയത്തിന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്ഥിതി. എന്താ പറയുക, ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗമാണ്. 6195 മെഗാവാട്ടായി ഉയർന്നു ഇന്നലെ. ഇതാര് കൺട്രോൾ ചെയ്യും? ഇതെല്ലാവരും ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോ ഇലക്ട്രിസിറ്റി വണ്ടികള് ഇത് മുഴുവൻ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചക്ഷൻ കുക്കർ വയ്ക്കുന്നു, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വയം നിയന്ത്രണം വന്നാൽ നമുക്കിത് വരികയില്ല. അത് മാത്രമല്ല, നമുക്കിപ്പോ സാപ്പില് 400 മെഗാവാട്ടിന്റെ കുറവ് വന്നു. നമ്മളെ എക്സസ് കൊടുത്തപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് കഴിഞ്ഞു. ഇനിയിപ്പോ റെഗുലേറ്ററി കമ്മീഷന്റെ കൂടുതൽ വില കൊടുത്ത് മേടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വില 10 രൂപ വരെ എത്തുന്നു. അതെന്തായാലും നമുക്ക് ലോഡ് ഷെഡിങ് ഇല്ലാതെ കഴിക്കാൻ വേണ്ടി നമ്മൾ റെഗുലേറ്ററി കമ്മീഷന്റെ പെർമിഷൻ മേടിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ ഇന്നലെയോ ഹിയറിംഗ് കഴിഞ്ഞു പെർമിഷൻ കിട്ടുന്നതാണ് പ്രതീക്ഷ. അത് കിട്ടിയാൽ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒന്നും വരാതെ കഴിക്കാൻ സാധിക്കും. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആകുന്നുണ്ട്. KCBയുടെ ഭാഗത്ത് നിന്ന് നിയന്ത്രണമില്ല. ഗ്യാസിന്റെ ലഭ്യതക്കുറവുള്ളതിനാൽ എല്ലാവരും ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നതെന്നും ആരും സ്വയം നിയന്ത്രിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 99 പാലക്കാട്.